വിചാരിക്കാം. രണ്ടാമത്തെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ 40 മിനിറ്റായി. നടത്തൽ അനുവദനീയമാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുകളും ഉണ്ട്. ഇത് രണ്ട് തന്നെയാണ്. തെളിവുണ്ടോ? മക്കളോട് സഹായാഭ്യർത്ഥന നടത്തൽ അനുവദനീയമാണെന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുകളും ഉണ്ടോ? ആ ചോദ്യത്തിന് കടന്നാൽ കൂടുതൽ വിശദീകരണം ഇത് തന്നെ അങ്ങോട്ട് മൈക്ക് ടൈമൗട്ടാണല്ലോ കേൾക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. മൺമഞ്ഞ മഹാത്മാക്കളോട് സഹായാഭ്യർത്ഥന നടത്തൽ അനുവദനീയമാണെന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുകളും ഉണ്ടോ? ചോദ്യം സുന്നി വിഭാഗം പണ്ഡിതനാണ്. ഒന്നിലധികം പ്രമാണങ്ങളിൽ അതിനെ ഒന്നാമത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വാക്യം, ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത വഹും റാകിഊൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഈ ആയത്തിന്റെ അർത്ഥം എല്ലാവരും നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയതുമായ അർത്ഥം, ഇന്നമാ വലിയകുമുല്ലാഹു, അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, നിങ്ങളുടെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത, നിസ്കാരം കൃത്യമായി നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളും നിങ്ങളുടെ സഹായികളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്, ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു, ഇന്നമാ വലിയകുമുല്ല, അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്. ഈ ആയത്ത് ഇന്നമാ വലിയകുമുല്ലാഹു എന്ന ഈ ഭാഗം, ഇന്നമാ വലിയകുമുല്ല, അള്ളാഹു നിങ്ങളുടെ സഹായിയാണ് എന്ന ഈ ഭാഗം അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ തെളിവാണെങ്കിൽ അടുത്തുള്ള ഭാഗം വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുന്നതിനുള്ള രേഖയാണ്. അള്ളാഹു ഇന്നമാ വലിയകുമുല്ലാഹു എന്ന ആയത്ത് അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ രേഖയാണെങ്കിൽ വറസൂലുഹു എന്ന് പറയുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കാമെന്നതിന് രേഖയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത വഹും റാകിഊൻ, അള്ളാഹുവിന്റെ കൃത്യനിഷ്ഠതയുള്ള ഈമാനിന്റെ ലക്ഷണമൊത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരും നിങ്ങളുടെ സഹായികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കാം, റസൂലിനോട് സഹായം ചോദിക്കാം, ഔലിയാക്കളോട് സഹായം ചോദിക്കാം. പക്ഷേ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതും ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നതും രണ്ട് രൂപത്തിലാണ്. നേരത്തെ വിശദീകരിച്ചല്ലോ, അള്ളാഹു സ്വയം പര്യാപ്തനാണ്, ദൈവമാണ്, സ്വയം കഴിവുള്ളവനാണ്, ാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത്. അതേസമയത്ത് ഔലിയാവിനോടും അമ്പിയാവിനോടും സഹായം ചോദിക്കുന്നത് അവർക്ക് അള്ളാഹു അസാധാരണ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അള്ളാഹു കറാമത്ത് കൊടുത്തിട്ടുണ്ട്. ആ കറാമത്തിന്റെയും മോചനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കുന്നത്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ റഹിമത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ അൽ ബഹ്റുൽ മുഹീത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു, ഔലിയാക്കൾ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിന്റെ പ്രകടമായ അർത്ഥം തന്നെ വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു ഉമൂമൻ ആമന മൻ മിൻഹും വമൻ ബഖിയ, ഈ പ്രയോഗത്തിൽ മരിച്ചുപോയ ഔലിയാക്കളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും ഉൾപ്പെടും. മരിച്ചുപോയ ഔലിയാക്കളും ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് ഈ വാക്യം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ നഹ്വി തന്റെ തഫ്സീർ അൽ ബഹ്റുൽ മുഹീത്തിൽ വിശദീകരിക്കുന്നു. വേറെയും മുഫസ്സിറുകൾ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് അള്ളാഹുവിന്റെ സമ്മതത്തോടെ വിശുദ്ധ ഖുർആനിന്റെ അനുവാദത്തോടെ സഹായം ചോദിക്കാമെന്നും അത് ഇബാദത്താകുന്ന അല്ലെങ്കിൽ ആരാധനയാകുന്ന പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതല്ലെന്നും അതുകൊണ്ട് അത് തീർക്കാമെന്ന് പറയാൻ നിവൃത്തിയില്ലെന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് കഴിയുന്നു. ഇനി രണ്ടാമതായി ലോകത്താദ്യമായി ഇസ്തിഗാസ അല്ലെങ്കിൽ സഹായാർത്ഥന മഹാത്മാക്കളോട് സഹായം അർപ്പിക്കുന്നത് തീർക്കാണ് എന്ന രംഗത്തുള്ള ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് അല്ലാമാ ഇബ്നു കസീർ. അല്ലാമാ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ വാള്യം 111-ാമത്തെ പേജിൽ വ്യക്തമായും രേഖപ്പെടുത്തുന്നു. അഫാബന്നാസ കഹക്കും ബീദമയ ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബരി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ രാജ്യഭാരം ഏറ്റെടുത്തു, സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടു, ഉമർ ഫാറൂഖ് ഇസ്ലാമിന് രണ്ടാം ഖലീഫയായി രാജ്യഭാരം ഏറ്റെടുത്തു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കവേ അഫാബന്നാസ
വന്നപ്പോൾ ഒരു വ്യക്തി അന്ന് ഉമറുൽ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തി, ഇദ്ദേഹം ആരാണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ആരുമാകട്ടെ അത് നമ്മുടെ വിഷയമല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് മഴയ്ക്ക് വേണ്ടി സഹായം ചോദിക്കുന്നു. ഉമർ ഫാറൂഖ് അറിയുന്നു. ഉമർ ഫാറൂഖ് ഒരിക്കലും അത് ഖണ്ഡിക്കുന്നില്ല. തെളിവിനെ കുറിച്ച് എനിക്ക് വീണ്ടും വിശദീകരണമുണ്ട്. എന്റെ സമയം കഴിഞ്ഞു ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് വിശുദ്ധ ഖുർആനിലെ തെളിവ്, മറ്റൊന്ന് ഹദീസിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള സംഭവം അല്ലാമ ഇതിലേക്ക് ഉദ്ധരിക്കുന്നതും മഹാത്മാക്കളോട്